പൂക്കാട്ടുപടിയിലേക്ക് ഒന്ന് പോകണം. അവിടെ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് നമ്മൾ നിതിൻ അംബുജൻ എത്തിയിട്ടുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ എന്ന് ചോദിക്കാം. നിതിൻ, അവിടെ ഒരു പ്ലാസ്റ്റിക് ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നിലവിലെ സാഹചര്യം എന്താണ്? തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? പ്രജിൻ, തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണുന്നുണ്ട്. വലിയ തീപിടുത്തമാണ് ഇവിടെ ഉണ്ടായത്. പുലർച്ചെ ഏതാണ്ട് 3:30 തന്നെ തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു. ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്നും നടന്നു വരികയാണ്. പ്ലാസ്റ്റിക് ഗോഡൌൺ, പ്ലാസ്റ്റിക് സംഭരിച്ച സ്ഥലത്ത് തീപിടുത്തം ഉണ്ടാവുകയാണ്. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്രദേശമാണ്. അത്യാവശ്യം ഏതാണ്ടൊരു വലിപ്പമുള്ളൊരു പ്ലാസ്റ്റിക് ഗോഡൌൺ ശേഖരമാണ്. ഇവിടെയാണ് രാവിലെ 3:30 തന്നെ തീപിടുത്തം ഉണ്ടായത്. എന്താണ് തീപിടുത്തത്തിൻ്റെ കാരണമെന്ന് വ്യക്തമല്ല. എന്തായാലും ഫയർഫോഴ്സിൻ്റെ ഭാഗത്തും ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നു വരികയാണ്. രാവിലെ 4 മണിയോട് തന്നെ എറണാകുളം ജില്ലയിലെ വിവിധ ഫയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും ഇവിടേക്ക് ഫയർഫോഴ്സ് എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം എന്തായാലും നടന്നു വരുന്നത്. എടത്തല പഞ്ചായത്തിലെ മാളിക്കപ്പടി കോരങ്ങാട് മൂലയിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. എന്തായാലും ആലുവയിൽ നിന്നുള്ള കൂടുതൽ ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. വീടുകൾ പരമാവധി വീടുകളിലേക്ക് ഈ ഒരു തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും നടന്നു വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്ഥലത്താണ് ഈ ഒരു പ്ലാസ്റ്റിക് ഗോഡൌൺ ശേഖരം. അതുകൊണ്ട് തന്നെ തീ വേഗത്തിൽ പടരാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനുള്ള ശ്രമം എന്തായാലും ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും നടന്നു വരികയാണ്. ചേട്ടാ, എത്ര മണി ഒഴിവാണ് സംഭവം ഉണ്ടായത്? ഇത് 3 മണിയെന്നാണ് പറയുന്നത്. ഞാൻ തൊട്ടടുത്താണ്, എൻ്റെ തൊട്ടപ്പുറമാണ് താമസിക്കുന്നത്. 3 മണിക്കാണ് ഇവിടെ തീപിടുത്തം ഉണ്ടായതെന്നാണ് പറയുന്നത്. 10-24 ഫയർഫോഴ്സായിട്ട് വന്ന് പോവുകയും അടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും തീ കെട്ട് പടർന്നിടത്തോളം വീണ്ടും ആളി പടർന്നുകൊണ്ടിരിക്കുന്നത്. മൊത്തം ഇത് കുറച്ചുണ്ട്, അതായത് ഏക്കറേജ് കണക്കിനുണ്ട് ഇത് സ്ഥലം. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീടുകളിലേക്ക് അങ്ങനെ തീ പടർന്ന സാധ്യത ഉണ്ടായിരുന്നു? വീടുകളിൽ അങ്ങനെ തീ പടർന്നതായിട്ട് ആരും പറയുന്നില്ല. അതേ പരിസരത്തെ അതൊക്കെ ഇതിൽപ്പെട്ടാണ് ആ പരിസരമൊക്കെ. രാവിലെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഫയർഫോഴ്സ് എന്താണ് പറഞ്ഞത് തീപിടുത്തവുമായി ബന്ധപ്പെട്ടിട്ട്? അല്ല, അതിനെപ്പറ്റി വ്യക്തമായിട്ട് എനിക്കറിയില്ല. ഞാൻ ഇവിടുന്ന് കുറച്ച് അറിയോ? അല്ല, അറിയില്ല. അതിനെപ്പറ്റി അറിയില്ല എന്താണ് തീപിടുത്തം. ഏതാണ്ട് ഈ നാട്ടുകാരൻ സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് 1 ഏക്കർ പ്രദേശത്ത് ഈ ഒരു പ്ലാസ്റ്റിക് ശേഖരമാണുള്ളത്. ഇവിടെയാണ് രാവിലെ 4 മണിയോടുകൂടി തന്നെ തീപിടുത്തം ഉണ്ടായത്. എന്തായാലും ഫയർഫോഴ്സിന്റെ ഭാഗത്ത് ഇപ്പോൾ തീ അണക്കാനുള്ള ശ്രമം നടന്നു വരികയാണ്. ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. എന്തായാലും ആലുവയിൽ നിന്നും കാക്കനാട് നിന്നും കൂടുതൽ ഫയർഫോഴ്സ് ഇവിടെ എത്തി തീ അണക്കാനുള്ള ശ്രമം നടന്നു വരുന്നുണ്ട്. എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന് വ്യക്തമല്ല. പ്ലാസ്റ്റിക് ശേഖരിച്ച് ഇവിടെ സംഭരിച്ച് ഉള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തീ പടരാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനുള്ള നടപടികൾ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നടന്നു വരുന്നുണ്ട്. ഞാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് പരമാവധി തീ നിയന്ത്രിക്കാനുള്ള നടപടി ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ തീ പൂർണ്ണമായും നിയന്ത്രിതമാക്കാൻ സാധിച്ചില്ല. മറ്റു വീടുകളിലേക്ക് ഈ തീ പടരാതിരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും നടന്നു വരുന്നത്. എന്തായാലും ശക്തമായ പുകയാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. നമുക്കെന്തായാലും വേഗത്തിൽ തന്നെ ഈ ഒരു തീ നിയന്ത്രണവിധേയമാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും ആളപായമില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. കാരണം തൊട്ടടുത്ത് വീടുകളുണ്ട്. അതുകൊണ്ട് തന്നെ തീ മറ്റു വീടുകളിലേക്ക് പടരാതിരിക്കാൻ നടപടിയാണ് ആദ്യം തന്നെ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും സ്വീകരിച്ചത്. ശരി, നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. തീ നിയന്ത്രണ വിധേയമാക്കാൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല, പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. വലിയ തീപിടുത്തമാണ് ഉണ്ടായത് പൂക്കാട്ടുപടിയിലെ പ്ലാസ്റ്റിക് ഗോഡൌണിൽ, അല്ലേ? അതെ.